ഹലോ ഗായ്സ്, എല്ലാവർക്കും ഹോക്കറാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഞാൻ ഇന്നത്തെ പോലെ തന്നെ യൂസ്ഡ് കാറിൻ്റെ ഷോറൂമിൽ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എന്തെല്ലാം നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. ചിലപ്പോൾ നിലവിൽ ഇന്നലത്തെ കാറുകൾ അതേപോലെ തന്നെ ആയിരിക്കാം നിങ്ങൾ കാണുന്നത്. എന്നാൽ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത് ചാനലിൻ്റെ പ്രസൻറ്റേഷൻ ഇഷ്ടപ്പെടുന്നവരുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ റിക്വയർമെൻറ്റ് എന്താണെന്നുള്ളത് ഞാൻ ഓൾറെഡി എൻ്റെ നമ്പർ കൊടുക്കേണ്ട നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ അതിനനുസരിച്ച് വീഡിയോൻ്റെ എൻറ്റയർ ഷേപ്പ് തന്നെ മാറ്റാം. അതുകൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വണ്ടികൾ വിൽക്കാനുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് എനിക്ക് ഷെയർ ചെയ്തിടാവുന്നതാണ്. ഞാൻ അതിന് വേണ്ട സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരാം. അപ്പോൾ എല്ലാവർക്കും അധികം സമയം ഇൻട്രോ ഒന്നും പറഞ്ഞ് നീട്ടി വലിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇനി ഇവിടെയുള്ള എല്ലാ വണ്ടികളും ഒന്ന് കണ്ട് പരിചയപ്പെട്ട് പോവാം. ഇൻറ്റീരിയേഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം ഞാനിപ്പോൾ 2 ദിവസം അടുപ്പിച്ചിട്ട് ഇൻറ്റീരിയേഴ്സ് ഇട്ടായിരുന്നു. ഇനി ബാക്കിയുള്ള വണ്ടികളുടെ ഏതെങ്കിലും വേണമെങ്കിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ എൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ അയച്ചു തരാം, പേഴ്സണലി അയച്ചു തരാം. ഓക്കെ, അപ്പോൾ വേഗം വീഡിയോയിലോട്ട് കിടക്കാം. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലേക്ക് പോവാണ്. ഫ്രം ദ റൈറ്റ് നമുക്ക് തുടങ്ങാം. നമുക്ക് വന്നിരിക്കുന്നത് നിസാൻ സണ്ണിയാണ്. ഒരു 1.44 ഓടിയേക്കുന്ന വണ്ടി, 2012 പെട്രോള്, മാനുവലാണ്. അതിന് പ്രൈസിങ് വന്നിരിക്കുന്നത് 2 ലക്ഷമാണ്. പിന്നെ നമ്മുടെ മെഴ്സിഡസ് ബെൻസിൻ്റെ S-Class 350 Maybach വന്നിട്ടുണ്ട്. 2008 മോഡൽ പെട്രോളാണ്. അപ്പോൾ അതിന് പ്രൈസിങ് വരുന്നത് 15.5 ലക്ഷം രൂപയാണ്. പിന്നെ നമുക്ക് വരുന്നത് ടൈറ്റാനിയം ഇക്കോസ്പോർട്ട് 64,000 കിലോമീറ്റർ ഓടിയേക്കുന്ന സിംഗിൾ ഓണർ വണ്ടി, സ്റ്റിൽ അണ്ടർ വാറണ്ടിയാണ്. പ്രൈസിങ് വരുന്നത് 7.25 ലക്ഷം രൂപ. അതേപോലെ ഹോണ്ട CR-V 2010 മോഡൽ നമുക്ക് പ്രൈസിങ് വന്നിരിക്കുന്നത് 4.85 ടെസ്റ്റ് അടക്കം ചെയ്യുമെന്നുള്ള കൺസെപ്റ്റിലാണ് ആ വണ്ടി നിൽക്കുന്നത്. പിന്നെ നമുക്ക് വന്നിരിക്കുന്നതാണ് ടൊയോട്ടയുടെ ഫോർച്യൂണർ 2012 മോഡൽ, 1,40,000 കിലോമീറ്റർ ഓടിയേക്കുന്നത്, 4th ഓണർഷിപ്പ് വണ്ടി. എല്ലാവർക്കും എന്താ പറയുക, 13.5 പ്രൈസിങ് വന്നേക്കുന്നത്. അത് നെഗോഷ്യബിൾ പ്രൈസിങ്ങാണ്. ഞാൻ ഈ പറയുന്ന പ്രൈസിങ്ങുകളെല്ലാം നെഗോഷ്യബിൾ ആണ്. അതേപോലെ വന്നിരിക്കുന്നതാണ് ഹോണ്ട അമേസ് 2023 വണ്ടി, 46,000 കിലോമീറ്റർ ഓടിയേക്കുന്നത്. പ്രൈസിങ് വരുന്നത് 8.5 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. അതേപോലെ സുസുക്കിയുടെ മാരുതി സുസുക്കി സെലേറിയോ, അത് 48,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി വരുന്നത് സെക്കൻഡ് ഓണർ വണ്ടിയാണ്, ഓട്ടോമാറ്റിക് ആണ്. 4.55 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. പിന്നെ വരുന്നതാണ് ടൊയോട്ടയുടെ ഇന്നോവ ക്രിസ്റ്റ 2.4 G4 മാനുവൽ, 2016 മോഡൽ, 1.70 ഓടിയേക്കാണ്. പ്രൈസിങ് വരുന്നത് 14.90 പ്രൈസിങ് വരുന്നത്. പിന്നെ വരുന്നതാണ് ഒരു സ്വിഫ്റ്റ് ഡിസയർ ഉണ്ട്. ഈ ഡിസയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പെട്രോൾ CNG ആണ്. CNG കിറ്റ് അഡീഷണൽ കയറ്റിയിട്ടുണ്ട്, പേപ്പറിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2018 മോഡലാണ്. ആവറേജ് നല്ല മൈലേജും കിട്ടുന്ന വണ്ടിയാണ്. നമുക്ക് പ്രൈസിങ് വരുന്നത് 6.5 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. പിന്നെ ഗ്ലാൻസ പ്രൈസിങ് വരുന്നത് 2023 മെയ്ക്കും 2024 ഫെബ്രുവരി രജിസ്ട്രേഷൻ വണ്ടിയാണ്. 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പ്രൈസിങ് വരുന്നത് 9.90 ആസ്കിംഗ് പ്രൈസ് ചോദിച്ചേക്കുന്നത്. പ്രൈസ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ അല്ല, നല്ല രീതിയിൽ നെഗോഷ്യബിൾ ആണ്. അതേപോലെ തന്നെ വരുന്നതാണ് വാഗണർ 2024 വണ്ടിയാണ്, 9,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതിൻ്റെ പ്രൈസിങ് വരുന്നത് 6.90. അപ്പോൾ ഇതാണ് നമ്മുടെ മുകളിലുള്ള വണ്ടികളുടെ ഡീറ്റെയിൽസ്. പിന്നെ താഴെ നമുക്ക് കാണുന്ന പോലെ ഈ സ്വിഫ്റ്റ് വരുന്നത് 2018 മോഡലാണ്, 64,000 കിലോമീറ്റർ ഓടിയേക്കാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. പ്രൈസിങ് വരുന്നത് 4.85. അമേസ് വരുന്നത് 2014 മോഡലാണ്. അത് മാനുവൽ ട്രാൻസ്മിഷനാണ്. നമുക്ക് പ്രൈസിങ് വന്നിരിക്കുന്നത് 79,000 കിലോമീറ്റർ എടുത്ത് ഓടിയിട്ടുണ്ട്. പ്രൈസിങ് വന്നിരിക്കുന്നത് 3.40. പിന്നെ നിസാൻ സണ്ണി വന്നിട്ടുണ്ട്. അത് 2014 മോഡൽ, ആ ഒരു റേഞ്ച് ആണെന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. ഇൻറ്റീരിയറൊക്കെ നിങ്ങളൊക്കെ ഒന്ന് കണ്ടിരുന്നോളൂ. പേപ്പേഴ്സ് ഇവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് അപ്പോൾ ഒന്നും കൂടെ ടൈപ്പ് ചെയ്തിടണം. ഓക്കെ, എന്തായാലും നല്ല കണ്ടീഷൻ വണ്ടിയാണ്. കാണുന്നവർക്കെല്ലാം ഇഷ്ടപ്പെടും. നല്ല ഇൻറ്റീരിയറെല്ലാം നല്ല ടോപ്പ് വണ്ടിയാണ്. 4.90 വേർത്തായിട്ടുള്ളൊരു വണ്ടിയാണ്. ക്വാളിറ്റി ഉണ്ട് വണ്ടികൾക്കെല്ലാം തന്നെ. പിന്നെ നമുക്ക് വരുന്നതാണ് ഇന്നോവ 2013. ഈ 2013 വണ്ടി 1.25 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണറാണ്. നമുക്ക് പ്രൈസിങ് വരുന്നത് 10.5 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അതേപോലെ തന്നെയാണ് ഈ ക്രെറ്റ 2017 64,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അതിൻ്റെയും പ്രൈസിങ് വരുന്നത് 10.5 ആസ്കിംഗ് പ്രൈസാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസാണ്. നിങ്ങൾ ജസ്റ്റ് വണ്ടി വിസിറ്റ് ചെയ്ത് വണ്ടി കണ്ടതിന് ശേഷം പ്രൈസുമായിട്ടൊക്കെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് അതിൻ്റേതായ ന്യൂനതകൾ പറഞ്ഞ് വില ഭാഗത്തിൽ സംസാരിക്കാം. പാർക്ക് ആൻഡ് സെല്ല് കാറ്റഗറിയിൽ വരുന്നതാണ് വണ്ടികളെല്ലാം. പിന്നെ റെനോൾട്ടിൻ്റെ ക്യാപ്ചർ വരുന്നത്
71,000 കിലോമീറ്ററാണ് ഓടിയേക്കുന്നത്. വണ്ടി ഓടിയിരിക്കുന്നത് സെക്കൻഡ് ഓണറാണ് വണ്ടി. അതേപോലെ 2018 മേയ്ക്കും 2019 രജിസ്ട്രേഷനുമാണ്. അപ്പോൾ അത്യാവശ്യം നല്ല മൈലേജും കിട്ടുന്നുണ്ട്. ഡീസൽ വണ്ടിയാണ്. പിന്നെ വരുന്നതാണ് XUV 500. XUV 500 പ്രൈസ് വരുന്നത് 6.25 പ്രൈസ് വരുന്നത്. 66,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നത്. അതിൻ്റെ ഓട്ടം കുറവാണ്. 66,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളൂ. വേറെ മേജർ ആക്സിഡൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ നമുക്ക് വരുന്നത് ഒരു ഫോർട്ട് ഫിഗോ വരുന്നുണ്ട്. 2010 ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി 1.5 ലക്ഷം രൂപ ചോദിക്കുന്നു. അതേപോലെ ഒരു സാൻഡ്രോ. ആ സാൻഡ്രോ 1.10 ആസ്കിംഗ് പ്രൈസ് ചോദിക്കുന്നത്. 2011 രജിസ്ട്രേഷൻ വണ്ടി. പിന്നെ ഒരു പോളോ ഉണ്ട്. പോളോ 2014 1.34 ഓടിയേക്കാണ്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. 1.5 TDI എൻജിൻ. അതിൻ്റെ പ്രൈസിങ് വരുന്നത് 390 ചോദിക്കുന്നത് ആസ്കിംഗ് പ്രൈസ്. പിന്നെ വെൻഡോ ഉണ്ട്. വെൻഡോയുടെ പ്രൈസിങ് വരുന്നത്, വെൻഡോ സെക്കൻഡ് ഓണറാണ്. 49,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസലാണ്, ഓട്ടോമാറ്റിക് അല്ല, മാനുവലാണ്. പ്രൈസിങ് വരുന്നത് 755 പ്രൈസിങ് വരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഇത്രയാണ് പറയാനുള്ളത്. നമ്മുടെ അടുത്ത് വന്നേക്കുന്ന വണ്ടികളുടെയും അതേപോലെ എല്ലാ ഡീറ്റെയിലും പറഞ്ഞു. ഇനി നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും വണ്ടികൾ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്തിട്ട് ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് തരിക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന വണ്ടികളാണെങ്കിൽ നമ്മൾ എടുക്കും. അല്ലാത്ത വണ്ടികളാണെങ്കിൽ നമ്മൾ കണക്ട് ചെയ്ത് തരും പാർട്ടിയായിട്ട്. ഓക്കെ ഗൈസ്, ഇറ്റ്സ് മീ ഷാഹിദ് സൈനിങ് ഓഫ് ഫ്രം ഓക്കറാസ്.